ശരിയാ. ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. എൻ്റെ റെസിപ്പിയല്ല, ഷാമീസ് കിച്ചൺ എല്ലാവർക്കും അറിയാലോ. ആ ചേച്ചിയുടെ ഒരു അടിപൊളി ബ്രെഡ് എഗ് സാൻഡ്വിച്ച് ആട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ കണ്ട സാധനങ്ങളെല്ലാം നല്ല വൃത്തിക്ക് നേർമയിൽ നന്നായിട്ട് അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ പണി 5 മിനിറ്റ് കൊണ്ട് കഴിയുക. 2 കോഴിമുട്ട എടുത്താൽ മതി. ഞാൻ മയോണൈസ് ഉണ്ടാക്കാൻ എടുത്തപ്പോൾ ഉണ്ടായിരുന്ന യോക്ക് ഇതിൽ ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ. 2 കോഴിമുട്ടയാണത്. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാബേജും ഉള്ളി ക്യാരറ്റും ഒക്കെ വേണമെങ്കിൽ ക്യാപ്സിക്കം അങ്ങനെ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം. ഒക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പെപ്പറോ അതല്ല വേറെ ഫ്ലേവേർഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ പാൻ എടുത്ത് അടുപ്പിൽ വെച്ചു. അതിലേക്ക് നമുക്ക് ബട്ടർ ചേർക്കാം, നെയ്യ് ചേർക്കാം. ഇത് രണ്ടും ഇല്ലെങ്കിൽ ഓയിൽ ചേർക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നെയ്യാണ്. നെയ്യോ ബട്ടറോ ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ രുചി കൂടും, അത്രയേ ഉള്ളൂ. ഇല്ലാത്തവർ ഓയിൽ യൂസ് ചെയ്യുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മിക്സ് 4 ഭാഗങ്ങളായിട്ട് ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ പാനിലേക്ക് ഒഴിച്ചു. മുട്ടയുടെ ഈ മിക്സ് ഒരുപാട് കുക്കാവേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു സൈഡ് അത്യാവശ്യം കുക്കായി കഴിഞ്ഞാൽ നെക്സ്റ്റ് സൈഡ് ഒരു 30 സെക്കൻഡൊക്കെ കുക്കാക്കിയിട്ട് ഇങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് പൊട്ടിപ്പോയതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുത്തിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ പ്രധാനമായിട്ട് ഇവിടെ ആയി തുടങ്ങി കേട്ടോ. ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് കുക്കിംഗ് എന്നൊന്നും പറയാനില്ല. പിന്നെ നമുക്ക് ബ്രെഡിൽ ഫില്ല് ചെയ്യാനാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ച 4 ബ്രെഡ് ഇങ്ങ് എടുക്കാം. അതിൽ മയോണൈസ് ആട്ടോ ആദ്യം ആക്കി കൊടുക്കുന്നത്. മയോണൈസ് ഞാനിതിവിടെ വീട്ടിലുണ്ടാക്കിയാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തുനിന്ന് മേടിക്കാം, അങ്ങനെ എന്തായിട്ട് യൂസ് ചെയ്യാം. ഞാൻ വളരെ കുറച്ച് മയോണൈസേ എടുക്കുന്നുള്ളൂ. മയോണൈസിൻ്റെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. അതുപോലെ ടൊമാറ്റോ സോസും കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. ഇനി നമുക്ക് നമ്മുടെ മുട്ടയുടെ ഫില്ലിംഗ് കൂടെ ഇതിൻ്റെ മുകളിലേക്ക് വെക്കാം കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സെയിം ടൊമാറ്റോ സോസും മയോണൈസും ഒന്ന് എന്ത് ചെയ്യാം, മുകളിൽ വീണ്ടും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ടൊമാറ്റോ പിന്നെ അതുപോലെ കുക്കുംബർ ഇങ്ങനെ വട്ടത്തിൽ സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ട് അതാണ് കേട്ടോ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ ഒനിയനോ അതല്ല ക്യാബേജോ അങ്ങനെയുള്ള കുറച്ചുകൂടെ വേണമെങ്കിൽ ഇഷ്ടമുള്ളവർ വെജീസ് കൂടുതൽ ഇഷ്ടമുള്ളവർ ഉള്ളവർക്ക് വയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ചീസിൻ്റെ സ്ലൈസ് വയ്ക്കാം. അതൊക്കെ വയ്ക്കുമ്പോൾ കുറച്ചുകൂടെ വേറെ ലെവൽ സാധനമാവും. ചീസ് വെക്കണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു, പക്ഷേ സാധനം എനിക്ക് കിട്ടാത്തതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങളെ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ച് കുറച്ചുകൂടി ഇമ്പ്രവൈസ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ഈ ബ്രെഡ് സാൻഡ്വിച്ച് ടോസ്റ്റ് ചെയ്യാൻ പോവാണ്. 2 സൈഡിലും നന്നായിട്ട് നെയ്യോ ബട്ടറോ ഓയിലോ നന്നായിട്ട് ആക്കി കൊടുക്കണം. എന്നാലേ നന്നായിട്ട് മുരിഞ്ഞ് ഈ ഒരു കളറിൽ കിട്ടുള്ളൂ കേട്ടോ. നോക്ക്, 2 കൂടെ തിന്നാ മതി. കണ്ണാ മാവന്റെ കുട്ടി ഒന്നും കൊടുത്തില്ല. ഞാൻ കൊടുക്ക് കണ്ണടാ. ഇജും കൂടെ നിക്കടാ, എന്റെ റിവ്യൂ കൂടെ കിട്ടിയാലേക്ക് ഇജും കൂടെ നിക്ക്. അക്ക് തന്നെയാ എന്തപ്പോ ചെയ്തോട്ട് 2 മാസം ഇവിടെ കൈ ചെയ്താ അമ്മ ഉണ്ടാക്കി ചെയ്തു.